നമ്മൾ വണ്ടിയുടെ വാക്യൂം പിസ്റ്റൺ ഒന്ന് മാറണം. അതിനായിട്ട് രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകാൻ പോവുകയാണ്. മറ്റുള്ള പോലല്ല, നമ്മളെല്ലാ ദിവസവും എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ വർക്ക്ഷോപ്പിലോട്ട് പോകും. അവർ വർക്ക്ഷോപ്പ് തുറന്ന് ആദ്യം കാണുന്നത് നമ്മളെ വണ്ടിയായിരിക്കണം. അപ്പോൾ പെട്ടെന്ന് പണി കഴിഞ്ഞ് വീട്ടിലോട്ട് വരാം. ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിന് മുമ്പ് എത്താമെന്നുള്ളൊരു വിശ്വാസത്തോടെ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങിയാണ്. പിന്നെ ഇത് മാത്രമല്ല, വണ്ടിയിൽ ഇനി അതിൻ്റെ ക്ലച്ചിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയില്ല, അപ്പോൾ ക്ലച്ച് മാറണം. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ചെയ്യുന്നില്ല, ഞാൻ 2 പാർട്ടായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. മെയിൻ കേസ് ഫണ്ട് കുറച്ച് ഷോർട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓയിൽ ഒരു 10-500 കിലോമീറ്റർ ഓടാറുണ്ട്. അതുകൂടെ മാറാൻ നേരത്ത് ഓയിലും അതുകൂടെ ഒത്തു മാറി. ഇപ്പോൾ എന്തായാലും നമുക്ക് പോയി വാക്യൂം പിസ്റ്റൻ്റെ കാര്യത്തിൽ നോക്കിയിട്ട് വരാം. ഇത് എന്താ പ്രശ്നം വെച്ചാൽ എനിക്ക് ഓടിക്കുക പ്രത്യേക പ്രശ്നമൊന്നും തോന്നിയില്ല. ഞാൻ സ്ഥിരം ഓടിക്കുന്നുണ്ട്. ബട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. എനിക്കൊന്ന് E20 പെട്രോളൊക്കെ വന്നുകൊണ്ട് പെട്ടെന്ന് പണിയാവാതെ ആവാം. അപ്പോൾ എന്തായാലും അയച്ചു നോക്കിയിട്ട് കാർബറേറ്ററിൻ്റെ അവസ്ഥയൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ എന്തായാലും വണ്ടി രാവിലെ സ്റ്റാർട്ടിങ് ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും നോക്കട്ടെ, ഇതൊന്നും എൻ്റെ വണ്ടിയല്ല, ഇതെൻ്റെ അനിയൻ്റെ വണ്ടി, അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. വണ്ടി കണ്ടാ. ഇപ്പോൾ മാക്സിമം നമ്മൾ ഓട്ടോ ഒക്കെ കുറച്ച് ഫണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് വെച്ചേക്കാണ്. പിന്നെ ഫ്രണ്ട് ടയറും കുറച്ചുകൂടെ നാൾ കഴിയുമ്പോൾ തീർന്നു ഇല്ല, കുറച്ചുകൂടെ ഓടാണ്ട്. അപ്പോൾ നമുക്ക് തന്നെ കടയിൽ പോയിട്ടാണല്ലേ. ചെറിയൊരു പണി കിട്ടുമെന്നാണ് തോന്നുന്നത്. ഇന്ന് മകരവിളക്കാണ്. നമ്മൾ വർക്ക്ഷോപ്പ് തുറക്കുമ്പോൾ ആദ്യം നമ്മളെയാണ് കാണുന്നതെന്ന് പറഞ്ഞായിരുന്നു. വർക്ക്ഷോപ്പേ തുറക്കുമെന്ന് എനിക്ക് ഡൗട്ടാണ്. എന്തായാലും നമുക്ക് അതുവരെ ഒന്ന് പോയിട്ട് നോക്കാം. അപ്പോൾ സാധനമൊക്കെ പറ്റിയത് ഒരു പാട്ടൊക്കെ ഇട്ട് ചില്ലടിച്ച് അതിൽ പോകാം. എന്തായാലും ഹെൽമെറ്റിൽ ഇപ്പോൾ ക്യാമറയൊന്നും എടുത്ത് വെക്കുന്നില്ല. ഭയങ്കര തലവേദനയും കാര്യമൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഫോണിലായിരിക്കും വീഡിയോസും കാണാനൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാർബറേറ്ററിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കാം. നമ്മൾ കുറച്ച് അധികം നേരത്തെ ആയിപ്പോയി വന്നത്. ആ കടയും തുറന്നില്ല, ഈ കടയും തുറന്നില്ലായിരുന്നു. നമ്മളാണിപ്പോൾ വന്ന് ഷട്ടറൊക്കെ പൊക്കി കൊടുത്ത ചേച്ചിക്ക്. അപ്പോൾ നമുക്കിനി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവർ ആദ്യം കട തുറക്കുമ്പോൾ കാണുന്നത് നമ്മളെ തന്നെ ആയിരിക്കും. പിന്നെ വേറെ ഒരു വണ്ടിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് വർക്കിന്. അതിന് മുമ്പ് നമ്മളെ വണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് കുത്തിക്കയറണം. പച്ച ഹിമാലയൻ അല്ലേ, ഇതെവിടെയോ കണ്ടിട്ടുണ്ട് ഞാൻ. ഈ വണ്ടി എവിടെയാണെന്നറിയാൻ വയ്യ. കട ഇപ്പം തുറന്നതേ ഉള്ളൂ. വണ്ടിയൊക്കെ ഇനി എടുത്ത് പുറത്തിറക്കണം. മെയിൻ രാവിലെ എത്തി. കട നേരത്തെ തുറന്നു, പക്ഷെ പ്ലാൻ ചെറുതായിട്ടൊന്ന് പണി. മെക്കാനിക്ക് മാത്രം അതില്ല, ഇപ്പോഴും നമ്മുടെ വെയിറ്റിംഗാണ്. അപ്പോൾ ആ ചേട്ടൻ വന്നതിന് പണിയാൻ പറ്റും. ബോറടിച്ചിരിക്കുന്നത് നമുക്ക് വേറെ എയർസ്റ്റോണിലൂടെ കാണിച്ചു തരാം. കണ്ടോ, ഒരു റെഡ് എയർസാണ് അവിടെ ഇരിക്കുന്നത്. UFD ഫോർക്കും പിന്നെ എന്തൊക്കെയോ വലിയ വലിയ പരിപാടികൾക്ക് കൊണ്ടുവച്ചേക്കുന്നതാണ്. നമുക്ക് വീണ്ടും വെയിറ്റിങ്ങിലേക്ക് കിടക്കാം. കഴിച്ചിട്ട് കുറേ നാളെ അകത്തൊക്കെ ഫുള്ള് വല കുറേ നാളത്തെ പരിപാടിക്ക് ശേഷം ഈ തൊല്ല കിറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. വഴിക്കുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ അതുകൂടെ മാറും. അപ്പോൾ ഇനി ഈ ഒരു സാധനം അഴിക്കേണ്ടി വരാത്ത രീതിയിൽ നമ്മൾ പണിതിട്ടേ തിരിച്ചു വയ്ക്കൂ. ഇപ്പോൾ എയർ ഫിൽറ്റർ മാറി ആക്സിലേറ്ററൊക്കെ അവരോട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് കാലത്തേക്ക് ഇത് അഴിക്കേണ്ടി വരില്ല. നമ്മളപ്പോൾ ഓയിൽ മറന്നെത്തുന്നതിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു 500 കിലോമീറ്റർ ആകുമ്പോൾ ഓയിലൂടെ മാത്രം മാറിയാൽ മതി. അപ്പോൾ നമുക്ക് ലേബർ ലാഭിക്കാം. അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ എന്തെങ്കിലും അഴിക്കുന്നുണ്ടെങ്കിൽ എയർ ഫിൽറ്ററും ആക്സിലേറ്റർ കേബിലൂടെ മാറിയെങ്കിൽ വിടുക. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടികൾ അവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. പിന്നീട് നല്ല രീതിക്ക് പൊടിയൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ വൃത്തിയാക്കാനൊന്നും നിൽക്കുന്നില്ല, കാരണം അകത്തൊന്നും ആരും കാണാൻ പോകുന്നില്ല. ചിലപ്പോൾ ഞാൻ ഒന്ന് ചെറുതായിട്ട് ഈ സൈഡൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കും. പിന്നെ നമ്മളെ ടാങ്ക് അവിടെ ഇരിപ്പുണ്ട്. ഈ കിറ്റ് അഴിക്കുക എന്നുള്ളത് ഭയങ്കര ചടങ്ങ് പരിപാടിയാണ്. RSൻ്റെയും NSൻ്റെ ഒക്കെ പെട്ടെന്ന് അഴിക്കാം. നമ്മളെ വണ്ടി അഴിക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ വീട്ടിൽ നിന്ന് അഴിച്ചിട്ടുണ്ടോന്നൊക്കെ ആലോചിച്ചാണ്. പിന്നെ ഒരു ടാസ്ക് ആലോചിച്ചുകൊണ്ട് പ്ലാൻ ക്യാൻസൽ ചെയ്താണ്. നേക്കഡ് വണ്ടി. ഇതാണ് നമ്മളെ വാക്യൂം പിസ്റ്റൻ്റെ ഡയഫ്രത്തിൻ്റെ അവസ്ഥ. ഈ സാധനം പെരുവി പോയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വേറെ എന്തിനാണ് ഇതിൻ്റെ ഈ പിസ്റ്റന് ഒരു സീനും ഇല്ല. അപ്പോൾ ഡയഫ്രം മാത്രം കിട്ടുമെങ്കിൽ നമുക്ക് ഡയഫ്രം മാത്രം മാറിയിടേണ്ട ഒരു പ്ലാനാണ്. ചെറിയ സ്ക്രാച്ച് ഉണ്ടോ? അപ്പോൾ ഈ ചെറിയ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ നമ്മൾ ഇത് മാത്രം കിട്ടുമെങ്കിൽ ഇത് മാത്രം മാറിയിടാണ് തോന്നുന്നത്. നമ്മളൊരു സമയം വെച്ചിട്ട് ഇത് മാത്രം കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇത് ഞാൻ മാറിയിട്ട് ഒരുപാട് നാളൊന്നും ആയില്ല. ഒരു 20,000 കിലോമീറ്ററിനകത്തേ ആവും പണി കിട്ടാൻ. കാരണം ഒറ്റ ആൻസർ, E20 പെട്രോൾ. നമ്മളെ കാർബറേറ്ററിൻ്റെ അകത്തൊക്കെ പാക്കാൻ നൈസാണ്. പക്ഷേ ഞാൻ ഇങ്ങനൊരു അവസ്ഥയല്ല ഇതിൽ വിചാരിച്ചിരുന്നത്. നമ്മളെ സമയം ശരിയല്ല. പുതിയ വാങ്ങിക്കുന്നതിന് എത്ര അവിടെ 1114 രൂപ പോയി. ആണ് നമ്മൾ വാങ്ങിച്ച പുതിയ ഐറ്റം. ഇതിൽ ഈ ഒരു വാക്യൂം പിസ്റ്റനും ഒരു സ്പ്രിങ്ങുമാണ് വരുന്നത്. 1114 രൂപ ആയിട്ടുണ്ട്. ഈ സാധനത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇതും വേറെ ഒന്ന് മാറിയിടണം. ഇവിടെ ബെൻഡ് ചെയ്യണ്ട. പെട്രോൾ ട്യൂബൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത്
22 രൂപയുള്ളൂ. പിന്നെ നമ്മളെ എയർ ഫിൽറ്റർ 262. പെട്രോൾ ഫിൽറ്റർ 101 രൂപ. പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പം വീട് എത്തിയതേ ഉള്ളൂ. ഇപ്പോൾ 3 അടുപ്പിച്ചായിട്ടുണ്ട്. നേരത്തെ വരാമെന്ന് പറഞ്ഞ് ഞാനറിയാം, നേരത്തെ പോയത് പണിക്ക്. അപ്പോൾ ലേബറെല്ലാം കൂടെ ചേർത്തിട്ട് 2200 രൂപ നമ്മൾ മാറ്റിയത് വാക്യൂം സിസ്റ്റത്തിന്. പിന്നെ എയർ ഫിൽറ്റർ, പിന്നെ അതുപോലെ ട്യൂബുകളെല്ലാം E20 വരുന്നവർ കിട്ടുന്ന പണികളായതുകൊണ്ട് ഈ അകത്തുള്ള ട്യൂബുകളും കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റി ഒക്കെ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം പണിയുടെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് പാടാണ്. നമ്മളായിട്ട് അയച്ചപ്പോഴത്തേക്ക് വാക്യൂം സിസ്റ്റനൊക്കെ വളരെയധികം മോശമായിട്ടൊരു രീതിക്കാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനിൽ കിട്ടുകയും ചെയ്തു. പിന്നെ അകത്തും വലിയ രീതിക്ക് സജ്ജിങ് കാര്യങ്ങളും ലൈറ്റിങ് എന്ത് കുഴപ്പമൊന്നുമില്ലേ, അകത്ത് വലിയ രീതിക്ക് സജ്ജിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാം. പിന്നെ അടുത്തായിട്ട് നമ്മൾ എന്തായാലും എൻ്റെ ആ ക്ലച്ചിൻ്റെ കാര്യം മാറുന്നതായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് മിക്കവാറും നമ്മൾ സ്ലിപ്പർ ക്ലച്ചായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ സ്ലിപ്പർ ക്ലച്ചൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് കൂടെ ഒന്ന് കമൻറ്റ് ഇട്ടേക്ക്. സോ ബൈ. ഒരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി. ഇത് മാറ്റുന്നതായിരിക്കും എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയില്ലെങ്കിലും മാറ്റിയതിനു ശേഷം വണ്ടി കൈ എടുക്കുമ്പോൾ നല്ലൊരു ഇനീഷ്യൽ പിക്കപ്പ് ഉണ്ട്. നേരത്തെ വണ്ടി ഓടിക്കാനായിരുന്നു നോക്കുന്നത്. ഇപ്പോൾ അല്ലെങ്കിൽ വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ പിക്കപ്പ് ഈ സാധനം മാറിയപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇന്നും അങ്ങനെ ഡയഫ്രം മാത്രമേ നമ്മളെ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമായിട്ട് പക്ഷേ നമുക്ക് കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ ഇത്രയും ഒരു എമൗണ്ട് ആവില്ലായിരുന്നു. ഇപ്പം അതങ്ങനെ എടുത്ത് വെക്കില്ലെന്നാണ് കേട്ടത്. നമ്മളെ വണ്ടിയുടെ ക്ലച്ച് കൂടെ മാറുമ്പോഴത്തേക്ക് വണ്ടി ഓടിക്കാൻ പുതിയ വണ്ടിയൊക്കെ ആവും.